ഗൈസ്, ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ദിവസം വന്നെത്തി. ഏത് ദിവസം പറയേ? അലിയുടെ ചേച്ചിയുടെ കല്യാണം. ഇവിടെയൊക്കെ ഒരുക്കി വന്നിട്ട് കാര്യമില്ല. പിന്നെ ഈ തമാശ പറഞ്ഞ ഇവനാ. കഴിഞ്ഞ ബ്ലോഗിൽ എല്ലാവരും രായന്തന്റെ ഫാൻസ് ആയിരുന്നു. പറഞ്ഞ ഇരി നമ്മളൊക്കെ അലിയുടെ ചേച്ചിയുടെ കല്യാണത്തിലോട്ട് പോകാം. വെറൈറ്റിയാ, ഇതാണ് വെറൈറ്റി. നല്ല വെറൈറ്റി ആണ്. ഇതത്ര യൂണിഫോം അല്ല, പക്ഷേ ഇത് അല്ല, എന്തോ ചെയ്തൊരായി കുട്ടരുത്. ഏതോ ഓഡിറ്റോറിയം എത്തി. മുമ്പേ നാടാ, ഞാൻ ബാക്കിൽ നിന്ന് വരാം. നടയണ നടേ പൊന്നൈ പൊന്നൈ. മാഞ്ഞിനായി. ദാമു ദാമു മച്ചാ മച്ചാ. കടയില് ലെൻസ് കാർഡ് എടുപ്പോരാന്ന് ഞാനിപ്പോ അവിടെ ബഹുമാനോടത്തി ലെൻസ് കാർഡ് എടുപ്പോരാ. ഒന്ന് കണ്ണാടി ഡേറ്റ് ചെയ്യേ. ശരിക്കാനോടെ ഇവനെ കാരണം ആടെ എവിടെ ലൈറ്റാ ഒന്നുമില്ല. നീ പോളെ, നിന്റെ പെണ്ണ് മുസഫിന് വന്നില്ലേ? വന്നാ പറഞ്ഞ അവനെ ഞാൻ പണിക്ക് വന്നു. നമ്മൾ ലെൻസ് കാർഡിൽ പോകണം, കണ്ണാടി ഡേറ്റ് ചെയ്യണം. ഇവിടെ ദാമുണ്ട്. മാർക്കോ ഈ സംസാരിച്ചത് ഇദ്ദേഹമാണ്. ദാവു ബി ലാൽ. ദാവു മറ്റേ പേര് കേട്ടില്ലേ? ദാവു ആ ഒരു പാവപ്പെട്ട പയ്യന്റെ ചേച്ചിയുടെ കല്യാണം. അവരൊക്കെ കണ്ണാടി ഏരിയക്കണം, ആ ഏരിയക്കണം. നമുക്ക് വീട്ടിൽ പോയാലേ. ആറ്റിറ്റ്യൂഡ് ബോയ്. നമ്മൾ കണ്ണാടിയൊക്കെ ഇതാക്കി. സുഹൃത്തുക്കളെ, ദാബുച്ചേട്ടായി. ഓ ആറ്റിറ്റ്യൂഡ് ബോയ്. മാർക്കോ മാർക്കോ സെയിം ഷർട്ടാണ്. ഷർട്ട് മാറ്റാൻ പോയി. അതാ എല്ലാരും സെയിം ഷർട്ട്. അപ്പൊ ഷർട്ട് പുതിയ മേടിക്കാന്ന് വിചാരിച്ചു. അലിയാണ് മെയിൻ. അലി ഞാൻ സെയിം ഷർട്ടായി പോയി. പാന്റിന് ഏതായിരുന്നു അല്ലേ? പാന്റ് സെയിം. ഗൈസ്, ഡ്രസ് എടുക്കുന്ന ടെൻഷനില്ല. മാർക്കോ ഇവിടെ സീരിയസ് ആയി. എല്ലാവരും ഇവിടെ നിന്നാണെന്നുണ്ടോ കേട്ടോ ഡ്രസ്സ് എടുത്തത്. എല്ലാവരുള്ള പയ്യന്മാർ ഇത് തെറ്റാണ്. ഡ്രസ്സാണ് പുതിയ ഡ്രസ്സ് എടുത്ത് സുഹൃത്തുക്കളെ. കിളിമാര് കുറച്ച് ആയി വേണ്ട. അതിനെക്കാട്ടി കിളിമാര് മണനാക്ക ഏത് മണ വേണ്ട പറയാൻ താല്പര്യമില്ല. പക്ഷേ ഇതാമ ചെറിയ ഒഫൻസീവാണ് ആള്. ചെറുതല്ല, നല്ല കൂടം. ഇവനെ ആരും കാണാൻ ചാൻസ് ഇല്ല. നമ്മളെ കൂട്ടുകാരനാണ് മുസമ്മിൽ റഹ്മാൻ. എഞ്ചിന് വന്ന് ഇവിടെ നിൽക്കുന്നോ. കല്യാണ ചെറുക്കന് അളിയനും ഒക്കെ ഏത് ബന്ധോടാ എന്തോ. ആവോ അറിയിക്കാൻ
എടാ നാണുണ്ടോടാ കല്യാണത്തിന് ഫുഡ് തീരാറായി അത് തീരാറായി. ബ്രോ ആദ്യം ബ്രോ കഴിച്ചോ കഴിച്ചില്ലേ അതൊക്കെ ശരി കല്യാണക്കുറി കാണിച്ചാ സേവന നിങ്ങൾ നോക്കണം. എല്ലാ കല്യാണ വീട്ടിൽ കയറി കഴിച്ചിട്ടോ യവനെ കൂട്ടമുണ്ട് കൂട്ടുപ്രതിയാ ഗൈസ്. ഇതാണ് നിതിൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കമന്റ് ഒക്കെ ഇടുവേ. നല്ല കമന്റാ പക്ഷെ എല്ലാം പൊന്നനെതിരെയാണതേ ഉള്ളു. മഴയുള്ള മഴയില്ല പരിപാടിയാ സ്റ്റേജില് ഫോട്ടോ എടുക്കണില്ലേ നിങ്ങളാരും? അവിടെ ഭയങ്കര തിരക്ക് കേട്ടാ. ഇത്രയും ക്യൂ ഇത് എടാ പറ്റില്ലെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. വീട്ടിൽ ഇരിക്കണമായിരുന്നു കേട്ടോ. ഓ ശരി ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്ന ഗൈസ്. കല്യാണ ചെറുക്കൻ്റെ അളിയെ അളി 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 ഇല്ല നമ്മൾ പോണം. ശരി ഗൈസ് നമ്മൾ കഴിച്ചിട്ട് കാണാം. ഇത് ഏത് ബിരിയാണിയാ? ബീഫ് ബിരിയാണിയാ ഗൈസ്. ഗൈസ് നമ്മൾ കൊല മേടിക്കാൻ വണ്ടി നിർത്തിയതാ. കൂടെ ഒരു കപ്പക്കൊലയായിട്ട് പാട്ടിടണമെങ്കിൽ പ്രീമിയം അവശതയാ. തളന്ന് രാവിലെ തൊട്ട് വന്ന് നമ്മൾ നടന്നില്ല. ഉച്ചയ്ക്ക് വന്ന് അവൻ തളന്ന്. പിന്നെ ഫ്രണ്ടിൽ കൂടെ അലി പോവുകയാണ്. വട്ടത്തിൽ ആറ് കാണാൻ നല്ല കുളിക്കാൻ പോകണം. ആ നല്ല സ്ഥലം കുളിക്കാനും പറ്റിയ 23 മരണം. എന്റെ കപ്പളാ ദാമു പട്ടോത്രി ഇൻസ്റ്റാഗ്രാമിലെ പേരാ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എവിടെയാ കിച്ചുവിന്റെ ഫോട്ടോഷൂട്ട്? പമ്പ സ്ഥലം മരണം നടന്ന സ്ഥലം എവിടെങ്കിലും ഒന്ന് ചേച്ചി എങ്ങനെ ഉണ്ട്? ഓ ഡാമർ ബോയ് സോണായി ഗൈസ്. എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എനിക്കൊന്നിനും പേടിയില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അവരാ വണ്ടിയില്ല, നമ്മളിതില്ല. സബ്സ്ക്രൈബേഴ്സ് എല്ലാരും ശ്രദ്ധിക്കണം. ഇതാണ് ദാബു ബി ലാൽ. തിന്റൊക്കെ എന്തിനാ ഇത്രയും ഹൈപ്പ് ഒക്കെ പറയടാ. ദാബു പച്ച വീട്ടി ദാബു. ഗൈസ് നമ്മൾ പോണ്. അലിയുടെ ചേച്ചിയുടെ കല്യാണമൊക്കെ മംഗളമായിട്ട് നടന്ന്. ആരാ ആ പെണ്ണാരാ? ഏത് പെണ്ണാണല്ലേ വിളിച്ച്? ബ്രോയാ ഇത്? കിച്ചു സൈൻ ഓഫ് പറ. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയണേ. അടിപൊളിയായിരുന്നു. നാളെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഇവിടെ തന്നെ. ഇപ്പൊ സന്തോഷായില്ലേ ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ്? നല്ല വിഷമമൊക്കെ ഉണ്ടാവും പയ്യൻ. ഇപ്പൊ ഹാപ്പിയായി. ഇനി ഞാൻ വേണോ ഈ കൂട്ടും കൂടെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ. ഈ കൂട്ടും കൂടെ. ശരി അപ്പൊ ശരി നമ്മൾ പോണു ഗൈസ്. ഇനി അടുത്ത ബ്ലോഗ് കാണാം. ബൈ ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.